ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് ചാപ്റ്ററായ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഡു യു മീൻ ബൈ ഡിമാൻഡ്? ഡിമാൻഡ് റെഫേഴ്സ് ടു ദ willingness and abilities of consumers to purchase a given quantity of a goods or services at a given point in time or over a period in time. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പോയിൻ്റ് ഓഫ് ടൈമിൽ ഗുഡ്സുകളുടെയോ സർവീസസുകളുടെയോ സ്പെസിഫിക് ക്വാണ്ടിറ്റീസ് അത് പർച്ചേസ് ചെയ്യുന്നതിനുള്ള കൺസ്യൂമേഴ്സിൻ്റെ വില്ലിങ്നെസ്സിനെയും എബിലിറ്റീസിനെയും സൂചിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു പ്രൊഫസർ ഹിബ്ഡൺ, demand means the various quantities of goods that would be purchased per time period at different price in a given market. ഇവിടെ പ്രൊഫസർ ഹിബ്ഡൺ എന്ന വ്യക്തി ഡിമാൻഡിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഒരു സ്പെസിഫിക് മാർക്കറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസുകൾക്ക്, വ്യത്യസ്തമായ പ്രൈസുകൾക്ക് ഒരു സ്പെസിഫിക് പീരീഡ്സിൽ പർച്ചേസ് ചെയ്യാവുന്ന വിവിധ തരം ക്വാണ്ടിറ്റീസുകളുള്ള ഗുഡ്സുകളെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലോ ഓഫ് ഡിമാൻഡ്. ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് അതർ ഫാക്ടേഴ്സ് ബീയിങ് കോൺസ്റ്റൻറ്റ്. ദ ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ചിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സുകളും അഥവാ എല്ലാ ഘടകങ്ങളും കോൺസ്റ്റൻ്റ് ആയിരിക്കും അഥവാ സ്ഥിരമായിരിക്കും. ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് of any goods and services are inversely related to each other. ഈ ഗുഡ്സുകളുടെയും സർവീസുകളുടെയും പ്രൈസ്, ക്വാണ്ടിറ്റി, ഡിമാൻഡ്, ഈ രണ്ട് കാര്യങ്ങളും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിരിക്കും അഥവാ പരസ്പര വിപരീതമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കും ഇവ തമ്മിലുണ്ടായിരിക്കുക. അഥവാ ഗുഡ്സുകളുടെയും സർവീസുകളുടെയും പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇൻവേഴ്സ്ലി ആയിരിക്കും എന്നാണ് പറയുന്നത്. അഥവാ പരസ്പര വിപരീതമായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ വെൻ ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഇൻക്രീസസ്, ദ ഡിമാൻഡ് ഫോർ ദ സെയിം പ്രോഡക്റ്റ് വിൽ ഫാൾസ്. ഇവിടെ ലോ ഓഫ് ഡിമാൻഡ് കറക്റ്റായിട്ട് ഒരു പ്രോഡക്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ അതിനനുസരിച്ച് ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു സാമുവൽസൺ, ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് പീപ്പിൾ വിൽ ബൈ മോർ അറ്റ് ലോവർ പ്രൈസ് ആൻഡ് ബൈ ലെസ് അറ്റ് ഹയർ പ്രൈസ്. ഈ സാമുവൽസൺ എന്ന വ്യക്തിയും ഇതേപോലെ തന്നെയാണ് ഈ ലോ ഓഫ് ഡിമാൻഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഹയർ പ്രൈസ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയുകയും, ഈവൻ ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാണ്, ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യും. അപ്പോൾ അത്തരം പോസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ അത്തരം ഒരു പ്രോസസ്സ് സാധ്യമാകുന്നതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ലോ ഓഫ് ഡിമാൻഡ് സാമ്പിൾസാണ് എന്താ പറഞ്ഞത്? ഹയർ റൈറ്റിലുള്ള പ്രോഡക്ട്സ് ആളുകളിൽ ഡിമാൻഡ് കുറയ്ക്കുകയും ലോവർ റൈറ്റിലുള്ള പ്രോഡക്ട്സ് ആളുകളിൽ ഡിമാൻഡ് കൂട്ടുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. അതിൽ ഒന്നാമത്തെ അസംഷനാണ് ഇൻകം ഓഫ് ദ ബയർ റിമൈൻ കോൺസ്റ്റൻറ്റ്. ഫസ്റ്റത്തെ അസംഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇൻകം ഓഫ് ദ ബയർ റിമൈൻ കോൺസ്റ്റൻറ്റ്. ആരാണോ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് അവരുടെ ഇൻകം സ്ഥിരമായിരിക്കുമെന്നാണ് പറയുന്നത്. രണ്ടാമത്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് റിമൈൻ ദ സെയിം. ഈ പറയുന്ന കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് സെയിം ആയിരിക്കും. മൂന്നാമത്തെ പറയുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് അഥവാ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണെങ്കിലും കോംപ്ലിമെൻറ്റ് ഗുഡ്സ് ആണെങ്കിലും റിമൈൻ ദ സെയിം. ഇപ്പോൾ ഈ ഒരു ലോ ഓഫ് ഡിമാൻഡിൻ്റെ കേസുകളിൽ ഈ ഏത് ഗുഡ്സുകളാണെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണെങ്കിലും രണ്ട് ടൈപ്സ് ഓഫ് ഗുഡ്സുകളുടെയും പ്രൈസ് അതെന്താണ്? റിമൈൻ സെയിം ആയിരിക്കും എന്നാണ്. സെയിം രീതിയിലായിരിക്കും അതിൻ്റെ പ്രൈസ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ്, കൺസ്യൂമേഴ്സ് ഡു നോട്ട് നോ അബൌട്ട് എനി ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്.
ഇവിടെ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് കൺസ്യൂമേഴ്സുകൾക്ക് യാതൊരു തരത്തിലുള്ള നോളജസും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് പറയുന്നത് ദർ ഈസ് നോ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് കമോഡിറ്റി ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണ്? ദർ ഈസ് നോ എക്സ്പെക്റ്റേഷൻ. നമുക്ക് കമ്മോഡിറ്റീൻ്റെ കേസുകൾ അല്ലെങ്കിൽ കമ്മോഡിറ്റി അല്ലെങ്കിൽ ഗുഡ്സുകളുടെ കേസിൽ വരുന്ന അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസിൽ അതിൽ യാതൊരു തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസിൻ്റെയും കാര്യമില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഗുഡ്സിൻ്റെ പ്രൈസിൽ മാറ്റങ്ങൾ സംഭവിക്കാം. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈമുകളിലൊക്കെ എന്താണ് മാറ്റങ്ങൾ സംഭവിക്കാം എന്നാണ് പറയുന്നത്. ബട്ട് ഇവിടെ നിയർ ഫ്യൂച്ചറിൻ്റെ കേസുകളിൽ നമ്മുടെ ഈ പറയുന്ന കമ്മോഡിറ്റീൻ്റെ പ്രൈസിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ചസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നെക്സ്റ്റ്, ദ കമ്മോഡിറ്റി ഷുഡ് നോട്ട് ബി എ പ്രസ്റ്റീജ് കമ്മോഡിറ്റി. ഈ കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജ് കമ്മോഡിറ്റി ആയിരിക്കരുത് എന്നാണ് പറയുന്നത്. പ്രസ്റ്റീജ് കമ്മോഡിറ്റി ഒരിക്കലും ഈ ലോ ഓഫ് ഡിമാൻഡിൻ്റെ അണ്ടറിൽ വരാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ദ സൈസ് ഓഫ് പോപ്പുലേഷൻ റിമൈൻ കോൺസ്റ്റൻറ്റ്. ഇവിടെ എന്താണ്? ജനസംഖ്യ അഥവാ പോപ്പുലേഷൻ എന്താണ്? സ്ഥിരമായിരിക്കും. ഇത്ര സൈസ് ഓഫ് പോപ്പുലേഷൻ എത്രയാണോ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് അസംഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ എന്താണ്? വാങ്ങുന്നയാളുടെ ഇൻകം അഥവാ ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അവരുടെ ഇൻകം കോൺസ്റ്റൻ്റ് ആയിരിക്കും അഥവാ സ്ഥിരമായിരിക്കും. രണ്ടാമത്തെ എന്താണ്? കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസുകൾ സെയിം ആയിരിക്കും. പിന്നെ പറയുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് അതും സെയിം ആയിരിക്കും. ഈവൻ കോംപ്ലിമെൻ്ററി ആണെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിലും രണ്ട് ടൈപ്പ് ഓഫ് ഗുഡ്സുകളാണെങ്കിലും സെയിം രീതിയിലായിരിക്കും അതിൻ്റെ പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ വരിക. നെക്സ്റ്റ് പറയുന്നത് കൺസ്യൂമേഴ്സ് ഡു നോട്ട് നോ അബൌട്ട് എനി ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് കൺസ്യൂമേഴ്സിന് യാതൊരു തരത്തിലുള്ള നോളജസും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് പറയുന്നത് ദർ ഈസ് നോ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർ ഫ്യൂച്ചറിൽ ഉള്ള കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിൽ മാറ്റം ഉണ്ടാകുമെന്ന് യാതൊരു തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസും വിചാരിക്കേണ്ട എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കമ്മോഡിറ്റി ഷുഡ് നോട്ട് ബി പ്രസ്റ്റീജ് കമ്മോഡിറ്റി. ഇത്തരത്തിലുള്ള ലോ ഓഫ് ഡിമാൻഡുകളിൽ യാതൊരു തരത്തിലുള്ള പ്രസ്റ്റീജായുള്ള കമ്മോഡിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് സൈസ് ഓഫ് പോപ്പുലേഷൻ റിമൈൻ കോൺസ്റ്റൻറ്റ്. എത്രയാണോ നമ്മുടെ സൈസ് ഓഫ് പോപ്പുലേഷൻ അത് എപ്പോഴും സ്ഥിരമായിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് അസംഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡിമാൻഡ് ഷെഡ്യൂൾ. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ the law of demand can be explained with the help of a demand schedule. A demand schedule is a list of price and corresponding quantities. It is the table or chart showing the quantities of a commodity demanded at a different price at a particular time in a particular market. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഇപ്പോൾ ഈ ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല പ്രൈസുകളുടെയും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റീസുകളുടെയും ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ചാർട്ടിനെയാണ് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസുകളുടെയും പ്രൈസുകളുടെയും ഒരു ടേബിളിനെയാണ് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇറ്റ് ഈസ് ദ ടേബിൾ ഓർ ചാർട്ട് ഷോയിങ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി ഡിമാൻഡ് അറ്റ് എ ഡിഫറെൻറ്റ് പ്രൈസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഇൻ എ പർട്ടിക്കുലർ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ചാർട്ടാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ് അല്ലേ. ഒരു പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റുകളിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഡിഫറെൻറ്റ് പ്രൈസുകളിൽ ആവശ്യപ്പെടുന്ന ഒരു കമ്മോഡിറ്റീസിൻ്റെ ക്വാണ്ടിറ്റീസ് കാണിക്കുന്ന ടേബിൾസ് അല്ലെങ്കിൽ ചാർട്ടിനെയാണ് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്താ പറയുന്നത്? ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. പ്രൈസുകളുടെയും കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റീസുകളുടെയും ഒരു ടേബിളാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ. അതുമാത്രമല്ല ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസുകളിൽ ആവശ്യപ്പെടുന്ന ഒരു കമ്മോഡിറ്റീസിൻ്റെ ക്വാണ്ടിറ്റീസ് അത് കാണിക്കുന്ന അല്ലെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ടേബിളാണ് എന്ത് പറയുന്നത്? ഡിമാൻഡ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ചാർട്ട് എന്ന് പറയുന്നത്. ഡിമാൻഡ് ടേബിൾ അല്ലെങ്കിൽ ചാർട്ട് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. ദർ ആർ ദ 2 ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ, സെക്കൻഡ് വൺ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ആൻ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് എ ലിസ്റ്റ് ഓഫ് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി വിച്ച് ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ബൈസ് അറ്റ് എ ഡിഫറെൻറ്റ് പോസിബിൾ പ്രൈസ് ഇൻ ദി മാർക്കറ്റ്. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ഡിമാൻഡ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിന് മാർക്കറ്റിൽ സാധ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് പ്രൈസിന് വാങ്ങുന്ന ഒരു കമ്മോഡിറ്റീസിൻ്റെ വിവിധ തരം ക്വാണ്ടിറ്റീസ് ഉള്ള ടേബിൾസിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിന് മാർക്കറ്റിൽ സാധ്യമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് ഉണ്ടായിരിക്കും. മാർക്കറ്റിൽ സാധ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രൈസ് ഉണ്ടാകും. ആ പ്രൈസിന് വാങ്ങുന്ന ഗുഡ്സുകൾ, ആ പ്രൈസിന് വാങ്ങുന്ന ഒരുപാട് ഗുഡ്സുകളും കമ്മോഡിറ്റീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവയുടെ ക്വാണ്ടിറ്റി എത്രയാണോ അതെന്താണ് ഒരു ടേബിൾ ഫോം ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ഷോസ് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഈസ് ഡിമാൻഡ് ബൈ all the consumers in the market at a different price. It is the sum total of all the individual demand schedule. ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൽ എത്ര ക്വാണ്ടിറ്റിയാണ് ആവശ്യപ്പെടുന്നുവെന്ന് കാണിക്കുന്ന ഒരു ടേബിളാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ മാർക്കറ്റുകളിൽ എല്ലാ കൺസ്യൂമേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾഡിൻ്റെയും ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. എല്ലാ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾഡിൻ്റെയും ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എത്ര മാത്രമേ ഉള്ളൂ? എത്ര ക്വാണ്ടിറ്റീസാണ് ആവശ്യപ്പെടുന്നുവെന്ന് കാണിക്കുന്ന ഒന്നാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന എല്ലാ കൺസ്യൂമേഴ്സുകളുടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസുകൾ ഉണ്ടായിരിക്കും. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസുകൾ അനുസരിച്ചിട്ടുള്ള അവരുടെ ക്വാണ്ടിറ്റീസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്താണ്? ഈ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം ടോട്ടൽ എമൗണ്ട് അഥവാ ഈ പറയുന്ന ഓരോ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾഡിൻ്റെയും ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡിമാൻഡ് കർവ്. ദ ലോ ഓഫ് ഡിമാൻഡ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡിമാൻഡ് കർവ് ഓൾസോ. വെൻ ദ ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് ഷോൺ ഗ്രാഫിക്കലി ഇറ്റ് ഈസ് കാൾഡ് എ ഡിമാൻഡ് കർവ്. ഇൻ ഷോർട്ട്, ഡിമാൻഡ് കർവ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. ദ ഡിമാൻഡ് കർവ് ടെൽസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി. ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് മെഷേർഡ് ഓൺ axis and the price is on the y axis. ഇവിടെ ഡിമാൻഡ് കർവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഡിമാൻഡ് കർവിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ഡിമാൻഡ് ഷെഡ്യൂളിലും ഇതേപോലെ തന്നെ ഈ ലോ ഓഫ് ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഡിമാൻഡ് കർവിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ദെൻ വെൻ ദ ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് ഷോൺ ഗ്രാഫിക്കലി ഇറ്റ് ഈസ് കാൾഡ് ദ ഡിമാൻഡ് കർവ്. ഈ ഡിമാൻഡ് ഷെഡ്യൂൾ നമ്മൾ പറഞ്ഞു, ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസും അതുപോലെ തന്നെ പ്രൈസും അതൊക്കെ എന്താണ് ഒരു ടേബിൾ ഫോം ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ആ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്ത ഐറ്റത്തിനെ അഥവാ ആ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്ത ഓരോ വാല്യൂസിനെയും നമ്മൾ ഒരു ഗ്രാഫിക്കൽ ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ദെൻ ഇൻ ഷോർട്ട്, ഡിമാൻഡ് കർവ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡിമാൻഡ് ഷെഡ്യൂൾ. എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞു അല്ലേ, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. എന്തിൻ്റെ? ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ദ ഡിമാൻഡ് കർവ് ടെൽസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റീസ്. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിമാൻഡിൻ്റെ
ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഈ പ്രൈസും അതുപോലെ തന്നെ ഒരു കമ്മോഡിറ്റീസിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് മെയിനായിട്ട് ഡിമാൻഡ് കർവിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് മെഷേർഡ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് ദ പ്രൈസ് ഈസ് ഓൺ ദി വൈ ആക്സിസ്. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് മെഷർ ചെയ്യുന്നത് എക്സ് ആക്സിസിലും അതുപോലെ തന്നെ പ്രൈസ് അഥവാ ഈ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് മെഷർ ചെയ്യുന്നത് വൈ ആക്സിസിലുമാണ്. അപ്പോൾ ഇവിടെ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡിമാൻഡ് കർവും ഈ പറയുന്ന ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ഈ ഡിമാൻഡ് ഷെഡ്യൂൾഡിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഡിമാൻഡ് കർവിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൺവേർട്ട് ചെയ്യുന്നത്. കാരണം ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് അവിടെ എന്താണ്, അവർക്ക് ഒരു കമ്മോഡിറ്റീസിൻ്റെ കറസ്പോണ്ടിങ് ആയുള്ള ക്വാണ്ടിറ്റീസും പ്രൈസും അവിടെ ഷെഡ്യൂൾ ഫോം ആക്കി അഥവാ ടേബിൾ ഫോം ആക്കിയിട്ട് അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതെന്താണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആക്കാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ ഈ ഡിമാൻഡ് കർവിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രൈസ്, ഒരു കമ്മോഡിറ്റീസിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. Then next one, types of demand curve. There are the two types of demand curve. ഒന്ന് individual demand curve and market demand curve. Individual demand curve is the graphical representation of individual demand schedule. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ്. കാരണം ഡിമാൻഡ് ഷെഡ്യൂളിൽ രണ്ട് ടൈപ്സ് ആണ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും അതുപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും. അവിടെ വരുന്ന ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ അഥവാ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ആ ഒരു ടേബിളിനെ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആക്കുന്നതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഈസ് ദി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഇറ്റ് ഈസ് ദ ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ. ദി മാർക്കറ്റ് demand curve is also represent an inverse relation between the quantity demanded and price of a commodity. ഇവിടെ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നതും ഈ പറയുന്ന മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് വേറൊരു ഡിഫറൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിലും കൂടി ഈ മാർക്കറ്റ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിലും അതുപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെയും സം ടോട്ടൽ അഥവാ ഈ രണ്ടെണ്ണത്തിൻ്റെയും ഈ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിൽ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ ടോട്ടൽ ചെയ്തിട്ടുണ്ടല്ലേ, ആ ടോട്ടൽ ചെയ്തതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇവിടെ എന്താണ്, ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഓൾസോ റെപ്രസെൻറ്റ്സ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് കർവിൻ്റെ മെയിനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് അവിടെ എന്താണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ ഒരു കമ്മോഡിറ്റീസിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും അതുപോലെ തന്നെ പ്രൈസും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം പറഞ്ഞു, ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവും മാർക്കറ്റ് ഡിമാൻഡ് കർവും. ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആക്കി മാറ്റിയ ഒരു ഫോമാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. ദെൻ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റീസ്, ടോട്ടൽ പ്രൈസ് ഇത് തമ്മിലുള്ള അതുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ഈ മാർക്കറ്റ് ഡിമാൻഡ് കർവിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻസ് ആയിരിക്കും. അഥവാ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയും പ്രൈസും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ഡിമാൻഡ്, അതുപോലെ തന്നെ എന്താണ് ലോ ഓഫ് ഡിമാൻഡ്, അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾഡ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിമാൻഡ് കർവ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.
ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഇത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് ഓർ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.